ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? എല്ലാവരും സുഖം തന്നെയല്ലേ? ഐ ഹോപ്പ് ഓൾ ആർ ഫൈൻ ആൻഡ് ഐ പ്രേ ടു ഗോഡ് ഫോർ യുവർ വെൽനെസ്. ഇന്നൊരു പുതിയ വീഡിയോ ആണ്. ഇംഗ്ലീഷ് സെൻറ്റൻസ് എങ്ങനെയാണ് കുറേശ്ശായി ബിറ്റ് ബൈ ബിറ്റായിട്ട് അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മളായിട്ട് സ്വന്തമായിട്ട് ഒരു വാക്യം എടുത്ത് അതിങ്ങനെ വലുതാക്കി ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ടെക്നിക്കാണ്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഞാൻ അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്. ഒരു വേർഡ് എടുത്ത് അതിൻ്റെ കൂടെ കുറേശ്ശെ ഒന്നൊന്നായി ചേർത്ത് നീളത്തിൽ പോകുമ്പോൾ ഒരു ലോങ് സെൻറ്റൻസ് ആകും. എങ്ങനെയാണ് ചെറിയ വേർഡിൽ നിന്ന് നീട്ടിക്കൊണ്ട് അഡീഷണൽ വേർഡ് ചേർത്ത് ലോങ് സെൻറ്റൻസ് ഫോം ചെയ്ത് ഒരു മീനിങ്ഫുൾ സെൻറ്റൻസ് പ്രസൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. നിങ്ങൾക്കും പഠിപ്പിച്ചു തരാം. റൈറ്റ്, ലെറ്റ് us ലേൺ ഇംഗ്ലീഷ് ടുഗദർ. നമ്മൾ ഒരുമിച്ച് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ. എല്ലാവരും പുതിയ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഓൾ മൈ ഫാമിലി മെമ്പേഴ്സ് പ്ലീസ് ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. താങ്ക് യു. ഒരുമിച്ച് ഇംഗ്ലീഷ് പഠിക്കാം, അടിപൊളി ഇംഗ്ലീഷ് പഠിക്കാം. റൈറ്റ്, ചിരിച്ചോണ്ട് പഠിക്കാം. സ്മൈൽ. കാണാൻ ഭംഗിയുണ്ട്, കാണാൻ മനോഹരമാണ്, കാണാൻ സുന്ദരമാണ്, സുന്ദരിയാണ്. എങ്ങനെ പറയും ഇത് ഇംഗ്ലീഷിൽ? ഇത് ഇംഗ്ലീഷിൽ ലുക്സ് പ്രെറ്റി അല്ലെങ്കിൽ ലുക്സ് ബ്യൂട്ടിഫുൾ. ലുക്സ് പ്രെറ്റി അല്ലെങ്കിൽ ലുക്സ് ബ്യൂട്ടിഫുൾ രണ്ടും പറയാം കേട്ടോ. കാണാൻ ഭംഗിയുണ്ട്, കാണാൻ സുന്ദരമാണ്, കാണാൻ മനോഹരമാണ് എന്ന് പറയുമ്പോൾ ലുക്സ് പ്രെറ്റി അല്ലെങ്കിൽ ലുക്സ് ബ്യൂട്ടിഫുൾ, ഇത് രണ്ടും പറയാം. ഇനിയിപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണം. ഇതിൽ നിന്ന് അങ്ങനെ സെൻറ്റൻസ് ഡെവലപ്പാക്കി പോകണം. ഓരോ വേർഡ് ചേർത്ത് വലിയ സെൻറ്റൻസ് ആവണം, മീനിങ് ഫുൾ. ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, എഴുതാനും പഠിക്കാം, പറയാനും പഠിക്കാം. ഇങ്ങനെയാണ് എളുപ്പത്തിൽ പഠിക്കാം. അവളെ കാണാൻ ഭംഗിയാണ്, അവളെ കാണാൻ ഭംഗിയുണ്ട്, അവളെ കാണാൻ സുന്ദരിയാണ്. എങ്ങനെ പറയും? അവളെ ഷീ, അത്രയേ ഉള്ളൂ. ചേർത്ത് പറഞ്ഞേ ട്രൈ ചെയ്ത്. ഷീ ലുക്സ് പ്രെറ്റി, ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ. ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ലെവലിലോട്ട് പോകാം. അവളെ സാരിയിൽ കാണാൻ സുന്ദരിയാണ്, അവളെ സാരിയിൽ കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്തേക്കുന്നത് എന്താ? സാരിയിൽ, അത്രയേ ഉള്ളൂ. സാരിയിൽ. ഇംഗ്ലീഷിൽ ബാക്ക് ടു ഫ്രണ്ട് റിവേഴ്സ് വരും. സാരിയിൽ. സോ ഇൻ സാരി ചേർക്കണം. ഷീ ലുക്സ് പ്രെറ്റി ഇൻ സാരി അല്ലെങ്കിൽ ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ ഇൻ സാരി. അവളെ സാരിയിൽ കാണാൻ സുന്ദരിയാണ്, അവളെ സാരിയിൽ കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ ഇൻ സാരി. ഒത്തിരി ഒരു വാക്കും കൂടി ചേർക്കാം, ഒത്തിരി. അവളെ സാരിയിൽ കാണാൻ ഒത്തിരി ഭംഗിയാണ്, അവളെ സാരിയിൽ കാണാൻ ഒത്തിരി സുന്ദരിയാണ്. ഇതെങ്ങനെ പറയും? ഒത്തിരി മീൻസ് മോർ അല്ലെങ്കിൽ വെരി. മോറും ചേർക്കാം, വെരിയും ചേർക്കാം. ഇതെങ്ങനെ പറയും? ഇപ്പോൾ ട്രൈ ചെയ്ത്. ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ഇൻ സാരി അല്ലെങ്കിൽ ഷീ ലുക്സ് മോർ ബ്യൂട്ടിഫുൾ ഇൻ സാരി. അങ്ങനെയും പറയാം. ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ഇൻ സാരി ഓർ ഷീ ലുക്സ് മോർ ബ്യൂട്ടിഫുൾ ഇൻ സാരി. അങ്ങനെയും പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വാക്ക് കൂടി ബ്ലൂ ചേർക്കണം അല്ലെങ്കിൽ റെഡ്, ഏതെങ്കിലും ഒരു കളർ ചേർത്ത് ഞാൻ ബ്ലൂ ചേർക്കാൻ പോവാം. ബ്ലൂ സാരി. അപ്പോൾ അവളെ നീല സാരിയിൽ കാണാൻ ഒത്തിരി ഭംഗിയുണ്ട്, അവളെ നീല സാരിയിൽ കാണാൻ വളരെ സുന്ദരിയാണ്. ഇതെങ്ങനെ പറയും? ട്രൈ ചെയ്. ഒന്ന് ശ്രമിച്ചു നോക്കി. എത്ര എളുപ്പമായി പഠിച്ചു കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് വന്ന് പഠിച്ചു കഴിഞ്ഞു. ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ഇൻ ബ്ലൂ സാരി, ഷീ ലുക്സ് മോർ പ്രെറ്റി ഇൻ ബ്ലൂ സാരി. അത്രയേ ഉള്ളൂ. ഇനി ഒരു വാക്കും കൂടി ചേർക്കാം. പകൽ വെളിച്ചത്തിൽ മീൻസ് പകൽ വെളിച്ചത്തിൽ, പുറകിൽ നിന്ന് മുന്നോട്ട്. ഇൻ ഡേ ലൈറ്റ്, ഇൻ ദി ഡേ ലൈറ്റ്. അപ്പോൾ എങ്ങനെ ചേർന്നത്? അവളെ പകൽ വെളിച്ചത്തിൽ കാണാൻ നീല സാരിയിൽ ഒത്തിരി ഭംഗിയുണ്ട് അല്ലെങ്കിൽ അവളെ നീല സാരിയിൽ പകൽ വെളിച്ചത്തിൽ കാണാൻ ഒത്തിരി സുന്ദരിയാണ്. അതെങ്ങനെ പറയും? ഷീ ലുക്സ് മോർ പ്രെറ്റി ഇൻ ബ്ലൂ സാരി ഇൻ ദി ഡേ ലൈറ്റ്, ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ഇൻ ബ്ലൂ സാരി ഇൻ ദി ഡേ ലൈറ്റ്. അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഷീ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ഇൻ ബ്ലൂ സാരി ഇൻ ദി ഡേ ലൈറ്റ്. അല്ലെങ്കിൽ മാറ്റി പറയാം, ഷീ ലുക്സ് മോർ പ്രെറ്റി ഇൻ ബ്ലൂ സാരി ഇൻ ദി ഡേ ലൈറ്റ്. ദാറ്റ്സ് ഓൾ. ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുമ്പോൾ വലിയ സെൻറ്റൻസ് എത്ര നീളത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ട്രൈ ചെയ്താൽ മതി. ഓരോ വാക്ക് ചേർത്ത് വലുതാക്കണം. ഒരു സെൻറ്റൻസ് കൂടി ട്രൈ ചെയ്യാം കേട്ടോ. അവൻ മിണ്ടുന്നു, അവൻ സംസാരിക്കുന്നു. ഇത് ഇംഗ്ലീഷ് എങ്ങനെ പറയും? ഹി സ്പീക്സ് അല്ലെങ്കിൽ ഹി ടോക്സ്.
അവൻ നന്നായിട്ട് സംസാരിക്കുന്നു. ഹി ടോക്സ് വെൽ. ഇതിൻ്റെ കൂടെ മീറ്റിംഗിൽ എന്ന് വയ്ക്കുക. മീറ്റിംഗിൽ അപ്പോൾ എന്ത് വരും? ഹി ടോക്സ് വെൽ ഇൻ മീറ്റിംഗ്. ഹി ടോക്സ് വെൽ ഇൻ മീറ്റിംഗ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഉന്നിയോട് ചേർക്കാമോ? വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ കൂട്ടുകാരോട് എന്ന് പറയുമ്പോൾ വിത്ത് സ്റ്റുഡൻസ് അല്ലെങ്കിൽ വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നീട്ടി പറഞ്ഞ് ഹി ടോക്സ് വെൽ ഇൻ മീറ്റിംഗ് വിത്ത് സ്റ്റുഡൻസ്. ഹി ടോക്സ് വെൽ ഇൻ ദി മീറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ്. കൂടെ ഒരു വാക്കിന് ചേർത്ത് എപ്പോഴും. എപ്പോഴും ദാറ്റ് മീൻസ് ഓൾവേസ്. ഇപ്പം നീട്ടി പറഞ്ഞേ, ചേർത്ത് പറഞ്ഞേ ഹി ടോക്സ് വെൽ ഇൻ ദി മീറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ് ഓൾവേസ്. ഹി ടോക്സ് വെൽ ഇൻ ദി മീറ്റിംഗ് വിത്ത് സ്റ്റുഡൻസ് ഓൾവേസ്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. ഇങ്ങനെ ഓരോ വാക്കിൻ്റെ കൂടെ ഒരു അർത്ഥമുള്ള മീനിങ് വേർഡോട് ചേർത്ത് ഓരോ സെൻറ്റൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മീനിങ് ഫുൾ ലോങ് സെൻറ്റൻസ് ഫോർമേഷൻ വെരി ഈസി, വെരി വെരി ഈസി. ചെറുതായിട്ട് കൊണ്ടുപോയി വലുതാക്കുമ്പോൾ വലിയ ലോങ് സെൻറ്റൻസസ് യു ക്യാൻ ഈസിലി മേക്ക് ആൻഡ് ഈസിലി ടോക്ക്, റൈറ്റ്? കൂടി പറയാം. അവൾ വരുന്നുണ്ട്. എങ്ങനെ പറയും? ഷീ കംസ്. അവൾ വരുന്നുണ്ട് ദിവസവും. ഷീ കംസ് ഡെയിലി. അവൾ ദിവസവും വീട്ടിലേക്ക് വരുന്നുണ്ട്. ഷീ കംസ് ഡെയിലി ടു ഹോം. അവൾ ദിവസവും വീട്ടിലേക്ക് വൈകുന്നേരം വരുന്നുണ്ട്. അപ്പോൾ ഷീ കംസ് ഹോം ഡെയിലി in the evening. She comes to home daily in the evening. She comes home daily in the evening. കൂടെ കൊച്ചിനെയും കൊണ്ട് കുട്ടീനെയും കൊണ്ട് അത് ചേർക്കുകയാണെങ്കിൽ വിത്ത് ചൈൽഡ്. ഇപ്പം എങ്ങനെ പറയും? ഷീ കംസ് ഹോം ഡെയിലി ഇൻ ദി ഈവനിങ് വിത്ത് ചൈൽഡ്. ഷീ കംസ് ഹോം ഡെയിലി ഇൻ ദി ഈവനിങ് വിത്ത് ചൈൽഡ്. അതിൻ്റെ കൂടെ വന്ന് എന്താ? ട്യൂഷന് വേണ്ടി, ട്യൂഷൻ പഠിക്കാൻ വേണ്ടി. അപ്പോൾ ട്യൂഷന് വേണ്ടി എന്ന് പറയുമ്പോൾ ഫോർ ട്യൂഷൻ. ഇപ്പോൾ നീട്ടി പറഞ്ഞേ ഷീ കംസ് ഹോം ഡെയിലി ഇൻ ദി ഈവനിങ് വിത്ത് ചൈൽഡ് ഫോർ ട്യൂഷൻ. ഷീ കംസ് ഹോം ഡെയിലി ഇൻ ദി ഈവനിങ് വിത്ത് ചൈൽഡ് ഫോർ ട്യൂഷൻ. സോൾ ഫ്രണ്ട്സ്, ഇതുപോലെ സെൻറ്റൻസസ് സ്വന്തമായി നീട്ടി ചേർത്ത് കൊണ്ടുപോകുമ്പോൾ ലോങ് സെൻറ്റൻസ് മേക്കിംഗ് ഈസ് വെരി ഈസി. ദിസ് ഈസ് അനദർ ടെക്നിക് ഓഫ് ഹൗ ടു expand your sentences in English, right? Thank you. Till I see you in my next video. Bye from your James.